1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോയിൽ നിന്ന് ഒരുപാട് പുതിയ പുതിയ താരോദയങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും സിനിമയിലേക്ക് തന്നെ ഒരുപാട് പേര് പോയിട്ടുണ്ട് ഇവിടുന്ന്. അതെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ വരാൻ പോകുന്ന സ്കിറ്റിനകത്തൂടെ അതിലൊരു ശ്രീജു എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഗംഭീര ആർട്ടിസ്റ്റാണ്. മനു കുമ്പാരി ഉണ്ട്. മനു കുമ്പാരി സ്ഥിരമായിട്ട് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ദീപു ഇപ്പൊ എന്റെ സിനിമയിൽ അഭിനയിച്ചു. ആണോ? പോലീസിലെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അപ്പൊ 3 പേരും കൂടെ തകർക്കുമായിരിക്കും. അതെ, 3 പേരും കൂടെ ഉള്ള ഒരു ഗംഭീര സ്കിറ്റാണ് അടുത്തവരെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്കെ. ആഴിത്തിരതന്നിൽ വീണാലും വിടരുന്നുണ്ടെന്നാലും സന്ധ്യനി സുന്ദരിയാ. സൂര്യത്തിരിമങ്ങിപ്പോയാലും തളരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയാ. എന്തോ മധുരമോ ഇത്, എന്തോ മധുരം ഇത്. മനുഷ്യനെ കൊല്ലുവോ? അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ശരിയാക്കിയാ മതി. ഓ പിന്നെ തേയിലയും പഞ്ചസാരയൊക്കെ തീർന്നു തുടങ്ങി കേട്ടോ. ഞാനിവിടുത്തെ സ്ഥലം SI ആണ്, അല്ലാതെ നിന്റെ ഭർത്താവല്ല ഇവിടെ തേയിലയും പഞ്ചസാരം തീരാൻ നേരത്ത് മേടിച്ചു തരാനായിട്ട്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ ജിമ്മിലെ ട്രെയിനറാണ്, അല്ലാതെ നിങ്ങളെ ഭാര്യയൊന്നുമല്ല. നേരം വെളുക്കുമ്പോൾ കയറി വരും, പത്രം വായിക്കും, ചായ ഇട്ട് തരണം. പത്രം വായിക്കാൻ വല്ല ലൈബ്രറിയിലും പോയിരുന്നാ പോരെ. ഞാനിവിടുത്തെ സ്ഥലം SI ആണ്, ഞാനിവിടുത്തെ ട്രെയിനറാണെന്ന്. അല്ല, ട്രെയിനറും കാര്യങ്ങളൊക്കെ ശരിയാണ്. സത്യം പറഞ്ഞ എന്റെ ഭാര്യ എന്നെ വീട്ടിൽ ഇരുത്തുന്നില്ലെന്ന്. അയ്യോ, എന്ത് പറ്റി? അവക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. അയ്യോ, വല്ല അസുഖം വല്ലതും ഉണ്ടോ? ഭയങ്കര വലിയാണ്. ഇതൊക്കെ ഒരാൾ കിടന്ന് ഉറങ്ങും അടുത്തിരുന്നൊക്കെ സേർത്തി വലിച്ചു കഴിഞ്ഞാൽ ആൾ എങ്ങനെ കിടന്ന് ഉറങ്ങുമെന്ന് പറ. ഏറ്റവുമല്ലേ പിന്നെ ഞാൻ ഭയങ്കര കൂർക്കം വലിയാണ്. കൂർക്കം വലിയ ഒറ്റ കൂർക്കത്തിന് ഞങ്ങളുടെ പൊമറേനെയും പട്ടീനെ ഞാൻ വലിച്ചു മൂക്കിനകത്തോട്ട് കയറ്റിയത്. അമ്മാതിരി വലിയാണ്. അങ്ങനെ വലിച്ചോണ്ടിരുന്ന ഇതൊക്കെ തന്നെ വയറ് കുറയ്ക്കണം. സത്യം പറഞ്ഞാൽ എന്റെ ഈ വണ്ണമൊക്കെ കുറയാനായിട്ട് ഞാനൊരു ഡയറ്റീഷ്യനെ കണ്ടാലെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചോണ്ടിരിക്കും. എന്തിനാ വെറുതെ ഡയറ്റീഷ്യനെ കാണാൻ പോകുന്നത്? നിങ്ങൾ തന്നെ പിടിച്ച ഒരാൾ അകത്തിട്ടിട്ടില്ലേ? അയാളെ മാത്രം കണ്ടുപിടിച്ചാ പോരെ. അരവിന്ദച്ചാമി 6 മാസം കൊണ്ടല്ലേ അയാൾ ഇങ്ങനെ ആയിട്ട് ഗംഭീരയുടെ കൂടെ ഊന്നിറങ്ങി അങ്ങ് പോയത്. അല്ലാതെ സംഭവം പുള്ളിക്കാരൻ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ചാടിയതല്ല. പിന്നെ ഈ പുള്ളിനെ പുറത്തിറക്കാൻ വേണ്ടി വാദിച്ച് മരിച്ചുപോയ ഒരു വക്കീലുണ്ടല്ലോ കൂളൂര്, അദ്ദേഹത്തിന് ബലിതർപ്പണം നടത്താനായിട്ട് ഇറങ്ങിയതാണ്. നടത്താനായിട്ട് കിണറ്റിനകത്താണ് ഇറങ്ങി പോണത്. പിന്നല്ലാതെ കടൽ കൂടി കിടക്കാൻ നേരത്ത് പിന്നെ കടലിനകത്തോട്ട് ഞാൻ ഇറങ്ങാം. എന്റെ ദൈവത്തിനാണ് എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ അരവിന്ദച്ചാമിയുടെ ബലി ആരെങ്കിലും ഒന്ന് ഇട്ട് കണ്ടിരുന്നെങ്കിൽ. അത് തന്നെ, എന്തായാലും നടക്കും, കുഴപ്പമില്ല. പക്ഷെ സംഭവം എന്താണെന്നറിയാടോ, ഈ വയറൊന്നും അങ്ങോട്ട് കുറയുന്നില്ല. ഞാൻ എന്റെ ഒരു എന്ന് പറഞ്ഞ ഈ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കോട്ടക്കൽ ആയുർവേദശാലയിൽ പോയി ഉഴിഞ്ഞാലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കോട്ടക്കൽ പോരുത്, കോവളത്ത് പോണം. അവിടെ കിടുക്കൊരു മസാജ് സെന്റർ ഉണ്ട്. അത് സംഭവം അതവിടെ നിൽക്കട്ടെ. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഓഫീസറാണ്. ഐ ആം സ്ട്രിക്റ്റ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സോറി സാർ, എന്തെങ്കിലും അറിയാതെ വായിന്ന് വീണെങ്കിൽ ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. എടോ, തനിക്കറിയാമോ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെന്ന് ജോലി ചെയ്യുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? ഇല്ല. തമ്പാനൂര്. അവിടുന്ന് ഞാൻ ഊരാൻ പെട്ടപ്പാ. അത് ചെയ്തോണ്ട് പോണെങ്കിലും എനിക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് ഞാൻ 2ാമത് ജോലിക്ക് കയറുന്നത് കൊട്ടാരക്കര. അവിടുന്ന് കരകയറാൻ പെട്ട ഒരു പാട്ട്. അത് ചെയ്തോണ്ട് പറഞ്ഞാലും എനിക്ക് കേൾക്കാം. 3ാമത് ഞാൻ ഡ്യൂട്ടി ചെയ്യാനായിട്ട് വരുന്നത് കായംകുളം. ആ കുളത്തിൽ നിന്ന് കേറാൻ പെട്ട പാടം എന്താണെന്ന് അറിയാവോ? അറിഞ്ഞൂടാത്തോണ്ടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടാ. എന്തുവാ? കുണ്ടന്നൂർ ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. നന്നായി, അത് നന്നായി. അല്ല, ഇനി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നോക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം ചേട്ടാ, എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ ഈ വയറാണ്. ഈ വയറ് കാരണം എനിക്ക് ബക്കിള് കാണാൻ പറ്റുന്നില്ല. അത് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് നോക്കുമ്പോൾ റൗണ്ടിന് കാണാലോ. പൊക്കിളല്ലെന്ന്, പിന്നെ എന്റെ ബക്കിള്. അതായത് നമ്മൾ യൂണിഫോം ഒക്കെ ഇട്ട് കഴിയുന്നത് ഈ വയറ് നിൽക്കുന്നോണ്ട് ബെൽറ്റ് കണ്ടുകൂടാ. 2 ദിവസമാണ് ബെൽറ്റ് ഇടാതെ പോയത്. അങ്ങനെ IG എന്നെ പുറത്ത് നിർത്തി, സ്കൂളിലെ പിള്ളേരെ നിർത്തുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, അതിന് വന്ന് വർക്കൗട്ട് ചെയ്യണം സാർ. ചുമ്മാ വന്ന് പത്രം വായിച്ചിട്ട് കാര്യമില്ല. ഇല്ല. ഒരു കാര്യം ചെയ്താലോ, തലകുത്തി നിന്നാല വയറ് പറയുന്നത്. ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ വയറിന് ചെറിയൊരു ദൂരത്തെ പോകും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് ഈ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് വയറിന് ചെറിയൊരു ദൂരത്ത ഓക്കെ ആവും. സാറേ, ഞാനൊരു സജഷൻ പറയട്ടെ. എന്താണ്? സാർ പപ്പായ ജ്യൂസ് കുടിക്കുന്നത് നന്നായിരിക്കും. നല്ലതാണല്ലേ? പിന്നെ കൃമി അടിക്കാതല്ലേ നല്ലത്? അല്ലെ പിന്നെ ഇവിടെ കിടന്ന് ഈ കോത്താമ്പിച്ചത്രയും കാണിക്കും. വന്ന് അതങ്ങോട്ട് എടു. അതെടുക്കാം. ആദ്യം ചെറുത് ഞാൻ. എന്നാ പിന്നെ ചെറുതെടുത്തു. ഇതൊരു 10 എണ്ണം അടിക്കണം കേട്ടോ. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. Yes. ഹലോ, I am professional courier. കൊറിയറാ? അല്ല, കില്ലർ. സ്ഥലത്തെത്തിയോ? എത്തി. Did you see the target?
മലയാളത്തിൽ പറയോ? ആ ആളെ കണ്ടോന്ന് കണ്ടു കണ്ടു കണ്ടു. പിന്നെ അറിയാലോ, നാളെയാണ് ഭാഗം വയ്പ്. ഒപ്പിടരുത്. ഞാൻ എന്തിനാ ഒപ്പിടണത്? നിങ്ങളല്ല, അയാൾ ഒപ്പിടരുത്. ഒരിക്കലും ഒപ്പിടില്ല. കാര്യം അവ എന്റെ ചേട്ടനാണ്. അവൻ വന്ന് ഒപ്പിട്ടാൽ കാര്യങ്ങളെല്ലാം കീഴ്മേഴ് മറിയും. അതുകൊണ്ട് അവനെ തളർത്തിയിടണം. തളർത്തും ഞാൻ. അയാളുടെ കൈ ഞാൻ ആദ്യം തളർത്തും. വെരി ഗുഡ്. പിന്നെ കാല് തളർത്തും. വെരി ഗുഡ്. മാനസികമായി തളർത്തും. വെരി ഗുഡ്. മൊത്തത്തിൽ തളർത്തും. നാട്ടുകാരുടെ മുമ്പത്തിൽ ഞാൻ തളർത്തും. പറഞ്ഞു പറഞ്ഞ ഞാൻ തളർന്ന്. കാര്യം കഴിഞ്ഞാൽ പേയ്മെന്റ് തരും. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. അതിപ്പം ഒരിക്കലും പ്രൊഫഷണൽ കില്ലേഴ്സ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തില്ല. മനസ്സിലാക്കൂ. Okay. ഒരു കാര്യം ചെയ്യും. ഈ ഫോൺ നമ്പർ അങ്ങ് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഞാനൊരു ഫോട്ടോ അയക്കാം പ്ലീസ്. ഓക്കെ. മുഖമല്ല. ഓക്കെ. എന്നാണ് എന്നാ സാറ് ജിം അടിക്കുന്നുണ്ടപ്പോ കൊതിയായി സാറേ. ഞാൻ എന്നെ പലഹാരം എന്നെ കണ്ട് കൊതിക്കാനായിട്ട്. അല്ല സാറേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ സാറേ. എന്റെ ഫോട്ടോ ഒന്ന് SI അല്ലേ? SI എന്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട്. ആരാധകരുടെ ഒരു SI വിത്ത് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇടും സാറേ. ഇടുമല്ലേ? എടുത്താ സാറേ. ഇട്ടോളൂ. ആയി. ഹാഷ്ടാഗ് കൊടുക്കണം കേട്ടോ, പോലീസ് സ്റ്റേഷൻ ആൻഡ് IG. എടുത്തേക്കും. ഇത് കഴിയുമ്പോ ഞാൻ മിക്കവാറും ആവും ഹാഷ്ടാഗ്. ഓക്കെ ഓക്കെ, കാണാം. താങ്ക് യു താങ്ക് യു. ഓക്കെ ഓക്കെ. ഹലോ ഹലോ, ഒരു ഫോട്ടോ വന്നു. ആളത് തന്നെ. കൂടെ നിൽക്കുന്നവയത് ഞാൻ. അല്ല, നിങ്ങൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തൂലെന്ന് പറഞ്ഞു. ഒരിക്കലും കിഡ്നാപ്പേഴ്സ് ഐഡന്റിറ്റി പുറപ്പെടുവിക്കില്ല. മനസ്സിലാക്കൂ പ്ലീസ്. ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തേക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി കാര്യം കഴിഞ്ഞിട്ട് അങ്ങനെ തീർക്കാൻ പറ്റില്ല. ഇത്തിരി പരിപാടികളുണ്ട്. ആദ്യം ഈ ക്ലോറോഫോം എടുത്ത് അവന്റെ മുഖത്ത് തേക്കാം. എന്നിട്ട് വേണ്ട, മണപ്പിച്ചു കഴിഞ്ഞാൽ ഇതോടെ തീരും. അതുകൊണ്ട് ഇത് വെച്ചേക്കാം, ലാസ്റ്റ് വെക്കാം. ഇത് വെച്ചൊരു ഇഞ്ചക്ഷൻ തീർന്നു അവന്റെ കാര്യം. വെൽഡൺ മാൻ, വെൽഡൺ. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ട്. സാറിന്റെ ആര് മനസ്സിലായില്ല? മനസ്സിലായില്ല. അല്ല, ഞാൻ ഇവിടെ മറ്റേ സാറുമായിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെ സാറിന്റെ ഫ്രണ്ടാണോ സാറേ ഇത്? എന്റെ സാറിന്റെ ഫ്രണ്ടാണോ? ഞങ്ങളിപ്പോ കണ്ടതല്ലോ, ഇപ്പൊ കണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അല്ല, എന്താ കാര്യം? എന്താ ഇവിടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് സാറേ. നിങ്ങൾ ആര്? നിങ്ങളാര്? നിങ്ങളാര്? ഞാൻ ഈ ജിമ്മിന്റെ ട്രെയിനർ, ഇതിന്റെ ഓണർ. നിങ്ങളാ? ഞാൻ പിന്നെ വേറെ ഒരായിട്ട് ഇത് ഒരു കാര്യമായിട്ട് വന്നതാണ് അവിടെ. നിന്നെ കണ്ടാ എനിക്കറിയാം. അഡ്മിഷൻ എടുക്കാൻ വന്ന ആളല്ലേ? അത് പറയണ്ടേ? അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. വാ 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 വാ. അയ്യോ, പേര് പറ. സക്കറിയ. ചക്കക്കറിയ? ചക്കക്കറിയല്ല, പിന്നെ സക്കറിയ. 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 വീട്ടുപേര്? പ്ലാവിൻ മുട്ടിൽ വീട്. പ്ലാവിൻ മൂട്ടിൽ വീട്. തെറ്റിക്കുന്നു. ഇല്ല, കറക്റ്റ് ആയിട്ട് എഴുതിയത്. അതല്ലെന്ന്. പിന്നെ തെറ്റിക്കുന്നു പിയോ. തെറ്റിക്കുന്നു പിയോ. പിന്നെ മുക്കട. നീ മുക്കട. നീ മുക്ക്. നീ എന്റെ ജിമ്മിൽ കയറി ഞാൻ മുക്കാണ്. മുക്കട ജംഗ്ഷൻ. മുക്കട ജംഗ്ഷൻ. മുക്കട ജംഗ്ഷൻ. മുക്കട ജംഗ്ഷൻ. ഓക്കെ. 1500 അഡ്മിഷൻ ഫീസ് തരണം. ഞാൻ തരണോ? പിന്നെ ഞാൻ തരണോ? പൈസ ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ട്. QR കോഡ്. പൈസ ഒന്ന്. പൈസ ഒന്നും സൗണ്ട് ആണ്. നീ എന്തുവായിരുന്നു? ഞാൻ പ്രൊഫഷണലാണ്. നീ പ്രൊഫഷണൽ അല്ല, നീ മാട്ടാ. പ്രൊഫഷണൽ ആണെങ്കിൽ നിന്റെ വായിന്ന് ഇങ്ങനെ വരൂല. പൈസ ഇടണം മര്യാദയ്ക്ക്. 1500 രൂപ. പിന്നെ രാവിലെ 5 മണിക്ക് ജിമ്മ് തുറക്കും. രാവിലെ വരെ സൗകര്യമാണ്. രാവിലെ വരണം. പിന്നെ ഇതല്ല വേഷം. ആളിപ്പോ പോവോ? ആളിപ്പോ പോലെ അരമണിക്കൂർ കഴിയും. പിന്നെ ഈ ഡ്രസ് ഒന്ന് മാറും. ഈ ഡ്രസ്സൊക്കെ ഒന്ന് അഴിക്കുക. ഞാൻ ഇതിനകത്തോളം ഇതിട്ടോണ്ട് ചെയ്യാൻ പറ്റൂല. ഡ്രസ് അഴിക്കുക. ഡ്രസ് അഴിച്ച് മാറ്റും. ഇവിടെ എത്ര മണി വരെ ഉണ്ട്? ഇവിടെ 9 മണി വരെ ഉണ്ട്. നീ ഡ്രസ് അഴിച്ച് മാറ്റും. പാന്റ് അത് വേണ്ട, അത് വേണ്ട. ഇവിടെ വരുമ്പോ ട്രാക്ക് സൂട്ട് അല്ലെങ്കിൽ ഷോർട്സ്, ടീഷർട്ട്, ഷൂസ് മസ്റ്റ് ആയിരിക്കണം. ഊര് 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 ഊര്. അറേ പൊക്കളയല്ലേ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യും. സുഖമുണ്ട് കറങ്ങുന്നത്. ഫസ്റ്റ് ഗ്രൗണ്ട് ആണ്. അതെ, ഗ്രൗണ്ടിൽ പോവാ. ഗ്രൗണ്ടിൽ പോണല്ലേ? ഇവിടെ ആദ്യം ഗ്രൗണ്ട് ചെയ്യ്. വാ, കൈ ഇങ്ങനെ വൈ, എന്നിട്ട് കറക്ക്. അങ്ങനെ ഒരു 15 മിനിറ്റ് ചെയ്. ഞാൻ ഇപ്പൊ വരുമ്പോ 15 മിനിറ്റ് ചെയ്തിട്ട് നിക്കണം. അങ്ങോട്ട് 15 തൊട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതിയായിരുന്നല്ലേ? എന്നിട്ടൊന്ന് അഡ്മിഷൻ എടുത്താൽ മതിയായിരുന്നു. പുല്ല് ഉപ്പാട് വരെയും ചെയ്തു. സാർ SI ആണല്ലേ? അതെ, SI. വീടിന്റെ ഭാഗം വെപ്പ് നടക്കുകയാണല്ലേ? അതെ. സാറ് ചെന്ന് ഒപ്പിട്ടല്ലേ കാര്യം നടക്കൂ. എടാ, 36 വർഷമായി ഞാൻ സർവീസിൽ കയറി. ഒരുപാട് ക്രിമിനൽസിനെയും പ്രതികളെയും കണ്ടു വളർന്നവനാണ് ഞാൻ. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റും കേട്ടാ.
കൈനോട്ടക്കാരനല്ലേ? എന്റെ ഈ കൈ നോക്കിയിട്ട് വയറ് കുറയൊന്നു പറയാമോ? ഈ കൈ നോക്കിയിട്ട് എന്തായാലും വയറ് കുറയും തോന്നില്ല സാറേ. അതെന്നാ? അമ്മാതിരി തീറ്റയാണ് സാർ തിന്നണം. അത് ഈ കൈ തന്നെ ഉണ്ട്. അപ്പൊ കൈ കൊണ്ട് തിന്നായിരുന്നാ മതി. സാർ ഈ കൈ ഉണ്ട്. തിന്നുന്നതിന് കുഴപ്പമില്ല. നക്കി. അതൊന്നും കുഴപ്പമില്ല സാറേ. കൈ കണ്ടപ്പോ എനിക്കുള്ളേ ചാക്കോ മാച്ച എന്റെ അപ്പനല്ല നിന്റെ അപ്പന. നിന്റെ അടുത്ത് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു പോയല്ലേ? സാർ വിളിച്ചോളൂ സാർ. അതുകൊണ്ട് സാറിന് എന്തിന്റെ കട? സാറോ വർക്കൗട്ട് ചെയ്യുന്നില്ല. പുതിയൊരു അഡ്മിഷൻ വരുമ്പോൾ അയാൾ അങ്ങോട്ട് വഴിയെത്തിക്കണം. എടോ, അവൻ കൈനോട്ടക്കാരനായോണ്ട് ഞാനങ്ങോട്ട് സാർ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യും. വാ, ഇവിടെ ഒന്നില്ലേ, പുഷപ്പ് ചെയ്യണം. ഏത് ഉഷ? ഉഷ അല്ലടാ, പുഷപ്പ് ചെയ്യണമെന്ന്. കമന്ന് കട അങ്ങോട്ട്. ഇങ്ങനെ കടന്നിട്ട് സാറേ ഞാനും ചെയ്യാം. മക്കളല്ലേ? ഇല്ല. സാറേ വയറ് കുറയ്ക്കണ്ടേ സാറേ? സാർ ഇങ്ങനെ ഇടുന്ന് വെപ്രാളം കാണിക്കാൻ. എടോ, അതിനിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് താനാണ് പറഞ്ഞത്. താനല്ലേ ട്രെയിനർ? സാറേ ഡയറ്റീഷ്യൻ, ഡയറ്റ് നോക്കണം. ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഈ ആവിയിൽ വേവിച്ച ആഹാരങ്ങൾ കഴിക്കാം. ഓക്കെ. പുഴുങ്ങിയ മുട്ട കഴിക്കാം. ഓക്കെ. പുഴുങ്ങിയ ഏത്തപ്പഴം കഴിക്കാം. തൊലി കഴിക്കരുത്. ഇല്ലില്ല. പിന്നെ കടല, ചെറിയ പയറ് ഇതൊക്കെ പുഴുങ്ങി കഴിക്കണം. പുഴുങ്ങി കഴിച്ചാൽ അത് ആ ശരീരത്തിൽ പിടിക്കും. നീ എന്ത് മിണ്ടായിക്കണം? നിങ്ങൾ രണ്ടുപേരും പുഴുകയില്ലേ? ഞാൻ എന്തിനു പറയാം? അതാണ് പറഞ്ഞത്. ഡയറ്റ് പറഞ്ഞു കൊടുത്തില്ലേ? പുഷപ്പ് ചെയ്യണം. പുഷപ്പ് ഞാൻ വരുമ്പോ 20 എണ്ണം ഇപ്പൊ ചെയ്തിട്ട് നിൽക്കണം ഇവിടെ. ഓക്കെ സാർ. നല്ല പരുവത്തിരിക്കുകയും ഇപ്പൊ ചെന്ന് കഴിഞ്ഞ നല്ല എന്തോ കാണിക്കുവാണ് അവിടെ കിടന്ന്. നല്ല കൈ. നീ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആദ്യം ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യണം. ഇവിടെ വാ, ഇങ്ങോട്ട് വന്ന് വാ. പ്രോട്ടീൻ കുത്തിവെക്കാൻ വന്നു. ഡമ്പലട്. എന്തിനാ സാറേ ഡമ്പൽ എടുത്തിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. വന്ന് ഡയലോഗ് അടിക്കാൻ അങ്ങോട്ട് വന്ന് വർക്കൗട്ട് ചെയ്യാൻ മൊത്തം വർക്കൗട്ട് ചെയ്യും. ആ ഗുണ്ടകളല്ലാത്തവനെ കൊണ്ട് വലുത് പൊക്കിക്ക് സാറേ. വലുതെടാ. മോനെ, അമ്മച്ചയ്ക്ക് സുഖമില്ലടാ. ഈ ചൂടുവെള്ളം എടുത്തൊന്ന് ആ ബാത്റൂമിലോട്ടൊന്ന് വെച്ചതാടാ. പിന്നെ ഞാൻ ഈ ചൂടുവെള്ളം എടുക്കാൻ പോയിന്നെ. വെറുതെ അമ്മ ചീത്ത വിളിച്ച്. ചെറുതെടുത്ത് വർക്കൗട്ട് ചെയ്യും. കൈയൊക്കെ നേരെ എടാ അങ്ങോട്ട്. കമോൺ എടേ. എടേ അടി അടി. അങ്ങനെ അടി. മോനെ, അച്ഛന്റെ കൈ വയ്യടാ, ഇച്ചിരി കുഴമ്പിട്ട് തന്നിട്ട് പോ. പിന്നെ കുഴമ്പാ എന്റെ പട്ടി ഇടും. ഇതിപ്പോ ചെയ്തിട്ട് നിൽക്കണം. എന്റെ സ്വഭാവം മാറും. ഓക്കെ സാറേ. സാറേ ഞാൻ സെറ്റ് ചെയ്തോളാം സാറേ. സാറേ അപ്പൊ വീട്ടിൽ പോവോ? അല്ല, ഞാനിവിടെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. എന്ത് ചെയ്യുന്നു? ഞാന് ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ. ഹലോ സാർ. ഓക്കെ സാർ. ഓക്കെ ഇപ്പൊ വരാം സാർ. ഓക്കെ സാർ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം. എന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. ഓക്കെ, താങ്ക് യു. സാറേ ഞാൻ ഒരു ചെറിയ ഒരെണ്ണം കൂടെ. നീ ഇവിടെ പോണു. നീ ഇവിടെ വാ. അയാൾ ഇവിടെ സ്ഥിരം വരുന്ന ആളാ. നീ ആദ്യമായിട്ടൊന്നും ഇല്ലേ? ചെയ്. സാറേ എനിക്ക് മറ്റേ പുള്ളി പോയി നടക്കൂല. അതുകൊണ്ടാണ് നീ അങ്ങോട്ട് ചെയ്യടാ. അങ്ങോട്ട് ഞാൻ എന്താ ചെയ്. ചെയ്. അടി. അങ്ങനല്ല. കയറി വരട്ടെ. അടി. അത് മതി. അവിടെ വെച്ചോ. അതെടുത്ത് പൊക്കടാ അങ്ങോട്ട്. സാറേ മറ്റേ പുള്ളി അവൻ വരുവടാ. പൊക്ക്. അങ്ങനെ പൊക്ക്. താഴെ വൈ. അതെന്നെ പുഷപ്പ്. പുഷപ്പ്. അങ്ങനെ മതി. ഇനി അത് പൊക്ക്. അങ്ങോട്ട് പടപടാ ചെയ്. ഡ്രസ് വേണോ? ഇത്തിരി വേണം. എന്നപ്പോ ഇവിടെ ഇരുന്നോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാം. അവിടെ ഇരുന്നോ. വിളിക്കുന്നു. ഹലോ നിങ്ങളിത് എവിടാ? ഞാൻ ഈ ജിമ്മിനകത്ത് തന്നെ ഉണ്ട്. അയാള് വർക്കൗട്ടും കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. കുഴപ്പമില്ല. വൈകുന്നേരം 5 മണിക്ക് അയാൾ കളരി പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്ന് അയാളെ തീർത്താലോ? എന്നെ ഇത്രയും ഊപ്പാട് വരുത്തിയ പോരാടാ. എനിക്ക് ഞാൻ കാലിലും പോയി എന്റെ ഊപ്പാട് പറഞ്ഞോടാ. പോരാ വെച്ചിട്ട് അമ്മേ. മനു, സേജു, ദീപു ഉഗ്ര സ്കിറ്റായിരുന്നു. നമ്മുടെ ജിമ്മിൻ്റെ പേരുണ്ടല്ലോ, സരസ്വതി വിലാസം, അതിൽ തന്നെ കോമഡി ഉണ്ട്. അത് മാത്രമല്ല, അവിടേക്ക് വരുന്നൊരു എസ് ഐ സാറേ എന്ന് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് ജിമ്മിലെ ട്രെയിനർക്കേ പറ്റുള്ളൂ. കാരണം അതുപോലെ നിൽക്കുക, ഈ വയറൊന്ന് കുറച്ച് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടിട്ട് അത്യാവശ്യം നല്ല തമാശകൾ നല്ല രീതിയിൽ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
അത് മാത്രമല്ല ദീപും കൂടെ വന്നപ്പോഴാണ് ഈ സ്കിറ്റ് ഒന്ന് കൊഴുത്തത്, കളറായത്. കാരണം ആ പ്രൊഫഷണൽ കില്ലറിൻ്റെ ഒരു പവറിൽ പുള്ളി വന്നിട്ട് ഇവിടെ കിടന്ന് പട്ടിപ്പണി എടുത്തിട്ട് അത് നല്ല ഭംഗിയായിട്ട് ലൈവായിട്ട് നല്ല ലൈഫോട് കൂടി ദീപു അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ശ്രീജുവിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഓരോ സ്കിറ്റിലും ശ്രീജു വന്നിട്ട് ഓരോ ക്യാരക്ടറായിട്ട് നിന്നാൽ അതിൽ നിന്ന് നല്ല രസമായിട്ട് നല്ല പക്വതയോടുകൂടി ഓരോ കഥാപാത്രവും ശ്രീജു കൈകാര്യം ചെയ്തു. ഇനി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് രസമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവരുടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, എസ് ഐയും ദീപുവും. ഇവർ രണ്ടുപേരും കൂടെ വന്ന് നിന്നിട്ട് വേറെ അനാവശ്യ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല രസമായിട്ട് തന്നെ പാക്ഡായിട്ട് തന്നെ സ്കിറ്റ് നിങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. 3 പേർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇതിൽ ആരോ ജിമ്മിൽ പോകുന്നുണ്ട് കേട്ടോ അല്ലേ? അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ ആക്ടിവിറ്റീസ് കറക്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റൂല. കുമ്പാരി പോണ്ടാ? പണ്ട് പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. കാരണം തുടങ്ങണത് ഇതിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇപ്പോഴൊന്നും നിങ്ങളുടെ ശരീരം അനക്കുന്നില്ലേ? അല്ലോണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കലാകാരന്മാർ ആരോഗ്യമാണ്. നമ്മളാ ശരീരം നമ്മൾ കൊണ്ടുകൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കാര്യമില്ല. ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. ഇപ്പൊ ഇവിടെ എന്താ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചെയ്തത്. യഥാർത്ഥത്തിൽ വെയിറ്റ്സ് ആയിരുന്നില്ല ഇത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റൊന്നുമല്ല, ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിട്ട് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചെയ്യുന്നവർക്കേ മനസ്സിലാവുള്ളൂ. നമുക്ക് അത്ര പെട്ടെന്ന് പിടുത്തം കിട്ടൂല. എത്ര പുഷപ്പാണ് ഈ ദീപു എടുത്തത്. ദീപിന്റെ പോക്ക് നല്ല രസമുണ്ടായിരുന്നു, ഇഴഞ്ഞു പോണത്. അതുപോലെ 3 പേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അതായത് ടിനി പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യം നടക്കും. നമ്മളിപ്പോൾ ഏത് വലിയൊരു ഉദ്യോഗസ്ഥനായാലും, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ്, നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ആ സെക്യൂരിറ്റി പറയുന്നത് നമ്മൾ അക്ഷരം പ്രതി നമ്മൾ കേൾക്കാതെ നിവൃത്തിയില്ല. നമ്മുടെ പൊസിഷനൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ ഈ പറഞ്ഞ പോലെ ആ എസ് ഐ ഇട്ട് അതുപോലെ ഒരു പോങ്ങൻ എസ് ഐ കുമ്പാരി ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു CI പോളൊക്കെ അല്ലേ പണ്ട് അങ്ങനെ വരുന്ന ആ ഒരു ലുക്കിലുള്ള ഒരു എസ് ഐ കേട്ടോ. ശരിക്കും കഷ്ടപ്പെടുത്തുന്നത് കുറച്ചുകൂടെ നീട്ടാമായിരുന്നു. അറ്റംപ്റ്റ് കുറച്ച് പല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യായിരുന്നു. കുറച്ചുകൂടെ ഹ്യൂമർ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യായിരുന്നു എന്നുള്ള അതിന് പറ്റിയൊരു നല്ല ത്രെഡായിരുന്നു ഈ സാധനം. സാധാരണ ഇങ്ങനത്തെ ഒരു ത്രെഡ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭംഗിയായിട്ടുണ്ട് ഈ സാധനം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഐശ്വര്യമായിട്ട് ടിനി ടോം ജിമ്മിൻ്റെ ആള് മാർക്ക് തരും. ഒരു 16,000 രൂപ. ഞാനൊരു 15,000. ഓക്കെ, അപ്പം 15ഉം 16ഉം 31 രൂപയായി. അപ്പം ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് തരാം. അവിടെ ഇരിക്കും. 65,000. മോശമല്ല. എന്തായാലും 3 പേർക്കും ആശംസകൾ. അടുത്ത സ്കിറ്റ് ഇതിന്റെ മുകളിൽ നിൽക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പ്രസാദ, ഞാൻ വളരെ ആകാംക്ഷയിലാണ് അടുത്ത സ്കിറ്റിന് വേണ്ടി. ഞാൻ മാത്രമായിരിക്കില്ല, നമ്മുടെ പ്രേക്ഷകരും വളരെ ആകാംക്ഷയിലായിരിക്കും. ആരൊക്കെയാണ് അവര്? കാരണം ആ ടീം ഒരു ജില്ലയുടെ പേരിൽ അറിയപ്പെടുന്നത് മറ്റാരുമല്ല, നമ്മുടെ പത്തനംതിട്ട ടീം. ഹരി, അഭിലാഷ്, രാജേഷ്. ഓക്കെ, സ്വാഗതം ചെയ്യാം. വേറെ ഹലോ ഹലോ. പറഞ്ഞോ. നിങ്ങൾ അവിടെ എത്തിയോ? ഞങ്ങളിവിടെ എത്തി. എന്നിട്ട് കണ്ടോ? കണ്ടു. ആളിവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇതിന്റെ പരിസരത്ത് ഒരു വണ്ടിയും ഇല്ല. എന്തുവാ? വണ്ടി ഇവിടെ കിടപ്പുണ്ട്, പരിസരത്ത് ആളില്ല. ചായ കുടിക്കാൻ വല്ല പോയതായിരിക്കും. ആണോ? വിളിച്ചതിന്റെ പ്രത്യേക കാര്യം എന്താണെന്നറിയോ? എന്താ? അതിലൊരു പഞ്ചാബിയാ, ഹിന്ദിക്കാരനാ. മലയാളം കുറച്ചൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ കാണിക്കുന്ന കള്ളത്തരൊന്നും അവിടെ കാണിക്കരുത്, ദൈവത്തെ ഓർത്ത്. ഇല്ല, എന്റെ പേര് കളയല്ലേ. ഇല്ല, മെയിൻ മേശിരി ഇല്ലാത്തതുകൊണ്ടാ പഠിക്കുന്നത് നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ശരി ശരി, കുഴപ്പമില്ല. ഓക്കെ, ഇന്ന് ഇത് ഞാൻ കൊട്ടേക്കേറ്റു. ആളെന്തിയേ? ഇതിന് വലിയ പണിയൊന്നും കാണത്തില്ല, നിസ്സാര പണിയെ കാണത്തുള്ളൂ. കഴിവതും ഇഞ്ചൻ താക്കാൻ നോക്കണം. കേട്ടോ? ഹിന്ദിക്കാരൻ്റെയാ? ആശാനാണ് ഹിന്ദി അറിയാമോ? എന്തിനാ ഹിന്ദി? നമ്മൾ വർക്ക്ഷോപ്പിൽ പണി അറിഞ്ഞിട്ടാണോ ഈ വർക്ക്ഷോപ്പ് ഇട്ടേക്കുന്നത്? അതല്ല, പിന്നെ ഹിന്ദിയുടെ ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം വേണ്ട 5 വാക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതേതൊക്കെ? ഏക്ക്, ദോക്ക്, കേക്ക്, തീ, നഹി, കാം. കാമെന്ന് പറഞ്ഞ പണി. നഹീന്ന് പറഞ്ഞ ഇല്ല, പണിയില്ലയോ? പണിയുണ്ട്. ഇവിടെ ഉണ്ട് പണി. ഇവിടെ പണിയുണ്ടോ? അതുകൊണ്ട് ഇതേ ഉത്സാഹിച്ചാണ് കേട്ടോ. ഉള്ള പൈസ നമുക്ക് വീട്ടിൽ മേടിക്കണം. ആ ഹിന്ദിക്കാരൻ തോന്നുന്നു, വരുന്നേന്ന് തോന്നുന്നു കേട്ടോ. हेलो भाई साहब, ठीक है, मैं शाम को फोन करेगा. हो जाए, गाड़ी हो गया तो मैं फोन करेगा. ठीक है, अभी रखो, ठीक है. अरे कौन है?
കോനെ कौन है तुम ഒന്ന് പോണേ. कौन है तुम लोग चोर है चोर लोग हैं ചോർ ചോർ ചോറ് ഞാൻ കൊണ്ടുവന്നു, ഇവൻ കൊണ്ടുവന്നില്ല. अरे दोनों चोर है ഭായി ഭായി हाँ बोल ആശാന് ഷുഗർ ഉണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രം ചോർ ചോർ ഞാൻ ഉച്ചയ്ക്കും വൈകിട്ടും ചോർ രണ്ട് अरे दोनों बहुत बड़ा चोर है अभी चोर, चोर। रुको रुको मैं करेगा നല്ല മനുഷ്യൻ ചോറിന് ഓർഡർ ചെയ്തിട്ടുണ്ട് പൊതി വരെ हेलो ഞാൻ अरे क्या यार भाई सब दो चोर लोग को इधर भेज दिया ओ ऐसे ओ मेरा गलती है बाबा ठीक है अरे भैया ആ ഫോൺ അടിക്കുന്ന ആശാൻ എന്റെ ഹലോ എന്തോ മലയാളി ആണോ? ഇവൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ചോറാന്ന്. നീ എന്തോ പറഞ്ഞേ? ചോറെന്ന് പറഞ്ഞ ഇവര് കള്ളനെന്നാ. ആണോ? ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ പറഞ്ഞേക്കുന്നത് നമ്മൾ രണ്ടുപേരും കള്ളന്മാരാണ്. ഭായി നഹി ചോർ ആശാൻ ചോർ നഹി ചോർ ഞാൻ നഹി ചോർ मुश्किल नहीं ഇല്ല उसने बोल दिया तुम चोर लोग नहीं है अच्छा आदमी है ഞങ്ങൾ രണ്ടും കഞ്ഞികൾ अरे यार भैया എടാ ഇനി ആ പുള്ളി പഞ്ചാബിൽ ചെന്ന് പറഞ്ഞില്ലേ നമ്മൾ രണ്ട് കഞ്ഞികളാന്ന്? പിന്നെ എന്താ പറയാനേ ഛേ, നീ അതെന്തോടെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു. എന്നാ ഞങ്ങൾ രണ്ടുപേരും ചോറ് കഴിക്കും. ഖാനയുടെ കാര്യമാ പറഞ്ഞേ. ഖാന. വല്ലതും കഴിക്കണ്ടേ? खाना ആ खाएगा അപ്പൊ ഇതിന്റെ പടിക്കലൊരു കടയുണ്ട്, ആ. അവിടെ നല്ല കള്ളൻ കിട്ടും. क्या കള്ളനോ എടാ ഈ കള്ളൻ എന്ന് പറഞ്ഞ ഇവിടെ ഇല്ലയോ? അവിടെ നേരെ തിരിച്ച് അവിടെ ചോറിന് ചിലപ്പം കള്ളനായിരിക്കും. അവിടെ നല്ല സൂപ്പർ കള്ളൻ കിട്ടും, 140 രൂപ. हाँ इधर മീൻ പൊരിച്ചത് കൂട്ടി നല്ല കള്ളനാ. अरे यार അപ്പുറത്തെ കട ഇതാ. പെരും കള്ളൻ കിട്ടും പെരും കള്ളൻ സൂപ്പർ अच्छा खाएगा ആ, എനിക്ക് മാത്രം മതി കള്ളൻ കേട്ടോ അതെ. ആശാൻ വീട്ടിൽ നിന്ന് കള്ളൻ കൊണ്ടുവന്നു बर ആ ഞാൻ കള്ളം കൊണ്ടുവന്നു. നീ എന്താ കള്ളം കൊണ്ടുവന്നു? ഞാൻ അമ്മ രാവിലെ കള്ളം കെട്ടി വെക്കും, ഞാനും അച്ഛനും കള്ളം കൊണ്ടുപോകത്തില്ല. ഈ വണ്ടിക്ക് എന്താ പണി? अरे भैया അയ്യോ ആ സാറില്ല പറഞ്ഞു കേട്ടോ, പുള്ളിക്ക് അരയ്ക്ക് താഴോട്ട് വയ്യ. അയ്യോ കഷ്ടം. വണ്ടി ഓടിച്ചെന്റെയാ, അതൊക്കെ മാറും. मुश्किल नहीं ആ മുസ്കിലിനായി. വേറെ എന്താ പ്രശ്നം? अरे यार मुश्किल नहीं മുട്ടിന് തേയ്മാനോ? थोड़ा ഉടക്കും വേദന. കൊള്ളാം. ഇത് രോഗിയാടാ ഇത്. मालूम ഓ, नहीं പറയാ. എന്താ പറയുന്നത്? വേറെ എന്താ വണ്ടിക്ക് എന്താ പ്രശ്നം? गाड़ी हाँ। गाड़ी में चला के लेके आ रहे थे हाँ। तो रास्ते में आके हाँ। मेरे को आ गया थोड़ा खड़क 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 आवाज आ गया आई। तो गाड़ी रुक गया मैं क्या करूं അവിടെ നിന്ന് ഇവിടെ വരെ വന്നില്ലയോ? മൊത്തം കടവാ. ഞങ്ങൾക്കും ഇതുപോലെ उनको भी कड़ा ഞങ്ങൾക്കും കട എന്ന് പറഞ്ഞാൽ കടം, നാട്ടിലും കടം. കടത്തോട് കട. इधर भी खड़क खड़क आवाज है। ആ अरे क्या बात ഓ എന്തോ പറയാ. വേറെ പ്രശ്നം वेरे कुछ नहीं നെയ്. കടയിൽ പോയി ചെറിയ നെയ് മേടിച്ചോണ്ട് കൊടുക്കണം. അതെന്തിനാ? ബ്രെഡും എല്ലാം തിന്നാനായിരിക്കും. നെയ് റെഡി. हाँ, नहीं हाँ नहीं നെയ്യോ? നീ വന്നേ. यार ये बात करते हैं गाड़ी कभी നേരത്തെ എന്റെ കൂട്ടാകരുത്. എന്താ പ്രശ്നം? നല്ല പൈസ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. ആ അതെങ്ങനെയെങ്കിലും കള്ളത്തരം പറഞ്ഞ് പിടിച്ചെടുക്കാൻ നോക്കും. ഒരു കാര്യം ചെയ്യ്. എടാ നമ്മൾ ഈ കള്ളത്തരം കാണിപ്പിക്കുന്നത് നമ്മളെ പൊക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാവോ? എന്തുകൊണ്ടാ? നമ്മൾ ബുദ്ധിപരമായിട്ട് പ്രയോഗിക്കാത്തതുകൊണ്ടാ. ആ അതുകൊണ്ട് ഇവിടെ അത് വരരുത്, നല്ല ബുദ്ധി പ്രയോഗിക്കണം. ഒരു കാര്യം ചെയ്യ്. അടവി ഞാൻ അടവെക്കാൻ വന്ന പിന്നെ ഈ ടൂൾസ് ഒക്കെ ആരെടുത്ത് തരും? അന്നാ പുള്ളിയെടുത്ത് പറ. എന്നാ പറ. അങ്ങനെ പറയുമോ എന്തോ? ഭായി अब आला भाई അടവെക്കാൻ പറ്റുന്ന ഒരു കോഴി 10 മുട്ട അടവെക്കാനാ ആശാൻ പറഞ്ഞു. अंडा അണ്ടാവിലൊന്നും വേണ്ട, കയ്യെ കൊണ്ടുവന്നാ മതി 10 എണ്ണം. यार क्या बात है ആർക്കറിയാം? ഭായി बोलो हाँ വീട് എവിടാ? वेट വീട് क्या എടാ പുള്ളി പഞ്ചാബിയാ. പുള്ളിയോട് ചെന്ന് വീട് എവിടാന്ന് ചോദിച്ചാൽ പുള്ളിക്ക് അറിയാവോ? നീ കണ്ട് മാറ്. അത് അങ്ങനെ ചോദിക്കണം. ആശാൻ ചോദിച്ചു. പഞ്ചാബികല്ലേ പുള്ളി? क्या बोले बाबा ഊരങ്കെ. ऊरंके अबे अच्छा कल- गाना है അതല്ലേ ചോദിച്ചേ. ഊരങ്കെ അവന് മനസ്സിലായില്ല. अरे क्या करते हैं क्या बात है പുള്ളിയെടുത്ത് സ്ഥലപ്പേര് ചോദിക്കുന്നത്. ഹൗസ് हाउस घर घर കർ. हाँ घर അപ്പൊ ദുഃഖർ. सुकर ആ उलकर मालूम हाँ। कुटी का बेटा हमको मालूम है ഇവിടെ മോനാണ്. ചില വേറെ കാര്യമുണ്ടോ? പറയുന്നത് മനസ്സിലായില്ല ഇവന്. പ്രണാമം പറയാറുന്ന കാര്യമായി. ആ. അപ്പൊ മോഹൻലാലിന്റെ മോനാന്ന് പറഞ്ഞു. गाड़ी ओ। क्या बोल गाड़ी का काम बताओ ആ चारों ടയർ टायर निकलो ആ മനസ്സിലായില്ലയോ? ഇല്ല. 4 ടയർ നിക്കണോ? 4 ടയറിന് വിടണോ? नहीं समझे अरे यार नहीं ഏ पूरा टायर ആ മാറ്റിക്കള മാറ്റ ടയർ മാറ്റണോ? മാറ്റണം എന്നിട്ട് ഡിസ്കിൽ ഓടാനാന്നോ? अरे यार क्या बात है പട്ടാള ഇവന്. ഏ ഭായ് ओ എന്തോ ലോഡ്? ലോഡ്ക്കാ. गाड़ी में ആ वो पंजाब से आने वाला है ആ എന്തുവാ? പഞ്ചാബിൽ നിന്ന് ഒരു ലോഡ് ആനവാല് കൊണ്ടുവരുവാ. ആണോ? നിനക്ക് വേണോ? പിന്നെ പേടിയാ എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ. രണ്ടെണ്ണം തരണം ഞങ്ങൾക്ക് രണ്ടിനും. യാ. പേടി കിട്ടാതിരിക്കാൻ കെട്ടാനാ. ആശാനും പേടി എനിക്കും പേടി. കെട്ടാനാ. കെട്ടാൻ. ഒരു ലോഡ് ഇരിപ്പില്ലേ എടുത്ത് കെട്ടരണം. नहीं चाहिए അന്നേരം പേടിക്കണ്ട, കട്ടർ പേടിക്കണ്ട, ചെക്കിങ് പേടിക്കണ്ട, പോലീസിനെ ഒന്നും പേടിക്കണ്ട. കെട്ടണം പെണ്ണും പിള്ളെ പേടിച്ചാ മതി. പെണ്ണുപിള്ള ഷാദി കല്യാണം ആ ശാന്തി അത് കോവിലിൽ. ഞാൻ മേസ്തിരി. अरे ഏയ് അത് കെട്ടിയാ മതി. മതി പെണ്ണും പിള്ളെ
മേടിച്ചാ മതി. ആ പിന്നെ शादी हो गया? ശാന്തി അല്ല കല്യാണം കഴിഞ്ഞാന്നാ ചോദിക്കുന്നേ. अरे यार वो ആ കല്യാണം. बीवी बीवी ആ ബീബി സുനിത അറിയാവോ? अरे मालूम ബീബി സുനിത എന്റെ പെണ്ണുമ്പോൾ അറിയാവുന്നവന്. എല്ലാരും മൊബൈലൊക്കെ കാണുന്നില്ലേ? കണ്ടിട്ടുണ്ടായിരിക്കും. അവന് ഫോൺ നമ്പർ शादी हो गया ना? बच्चा 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 कितना है? ആ വെച്ച ഞാൻ വെച്ച വീടാ. अरे यार नहीं बच्चा चिल्ड्रन चिल्ड्रन ഓ കുട്ടികൾ എനിക്ക് 2 വെച്ച. बच्चा ദോ വെച്ച. ആശാനെ ഒരു ആൺപച്ച ഒരു പെൺപച്ച. എനിക്ക് 2 പെൺപൂച്ച. पूछा പൂച്ച. क्या पूछा? ആ പൂച്ച ഞാൻ ശാന്തി നഹി ഹേ. എനിക്ക് സമാധാനം വേണമേ. अरे ആ ശാന്തി രാഗികെ पूछा क्या? പൂച്ച. ഇവിടെ ക്യാറ്റ്. कैट कैट ആ മ്യാവ്. म्याऊ, cat. ആ ക്യാറ്റ്. बिल्ली बिल्ली ബില്ലി. അയ്യോ അത് പല്ലി. ഇത് പൂച്ച. पूछा मालूम पूछा। बिल्ली मालूम ആ ബില്ലി. ബില്ലി. ബില്ലി ഉണ്ടോ വീട്ടിലുണ്ടോ घर ബില്ലി? में घर में नूर नूर बिल्ली 100 മില്ലി. ആ. ഒരു പൂച്ച 100 മില്ലി ഉള്ളോടാ. അതൊക്കെ ചുമ്മാതാ. പഞ്ചായത്തിലെ കള്ളത്തരം പറയുന്നു. ആ കുഞ്ഞു പൂച്ച തന്നെ 1/2 കിലോ ഉണ്ട്. ഇവിടുത്തെ പൂച്ച 2 കിലോ ഉണ്ട്. 2 किलो 2 കിലോ. नहीं ആ, यार, क्या बात है? गाड़ी का काम कब होगा? जल्दी काम करो ना जल्दी. ഞാൻ നോക്കട്ടെ. ഒരു കാര്യം ചെയ്യാം. ആ യാ. ഈ ഓണത്തിനേ ആ 4 ദിവസം കൂടെ ഉള്ളേ. പൈസ കുറച്ച് ഒപ്പിച്ചോളം പുള്ളിയുടെ കയ്യിന്ന് കേട്ടോ. ആ, ഓണത്തിന്? കാര്യം ഞാൻ പറയാം. ഓണം? ഓണത്തിന് ഞങ്ങളുടെ ക്ലബ്ബിൽ പരിപാടി ഉണ്ടേ. ഓണത്തിനുണ്ടോ ഈ പ്രാവശ്യം? ആ ഉറിയടി മത്സരത്തിന് ചേരും. പോടാ. സത്യമായിട്ടും അത് ചേട്ടാ നീ ഇവിടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്ത് ചെയ്യാം? ബൈ हेलो भाई भाई बोलो भाई നിങ്ങളെ നാട്ടിലൊക്കെ ക്യാ? ഓണം ഓണം ഉണ്ടോ? ഓണം ഉണ്ടോ? क्या ना? ആ दो लेके आओ. ആ 2 മേടിച്ചു കൊടുക്കാൻ തിന്നുന്നതാണ്ടെന്ന് പറഞ്ഞാ. അയ്യോ അല്ല 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 ചിങ്ങം ചിങ്ങം तिन्नाम तिन्नाम. ആ തിന്നാവന്ന് മേടിച്ചു കൊടുക്കേ. ഞാൻ പറഞ്ഞു വിടും. എനിക്ക് अरे यार बोलो. കേരള ഓണം हाँ सेलिब्रेशन. ഇല്ല ബ്രാൻഡി. ഇവൻ സെലിബ്രേഷനും ജവാൻ ജവാൻ ये जवान ജവാൻ. ये मिलिट्री से रिटायर्ड हो गया? ആ നീ പട്ടാളത്തിൽ നിന്ന് അയ്യോ അല്ല അല്ല റമ്മ് റമ്മ് ജവാൻ റമ്മ് मालूम मालूम. മനസ്സിലാക്കി കൊടു. റമ്മ് दम പുരിഞ്ച. पुरंजा चची ठीक है. ആ, മനസ്സിലായി. 10,000-10,000 രൂപയുടെ പണി ഉണ്ടെന്ന് പറഞ്ഞു വിടും. ഓണത്തിന് 10 പൈസ കൈയായിരിക്കണമെങ്കിൽ. ആ 10,000 രൂപ ഉണ്ടെന്ന് പറയല്ലോ. പറ ये इधर थोड़ा ഏ പഞ്ചാബി बोलो बाबा. ഒരു 10,000 രൂപയുടെ പണിയുണ്ട്. 10,000 10,000 രൂപയുടെ കാമ് 10,000. 10 രൂപയുടെ കാമുണ്ട്. अरे यार 2,000 2,000 कर रो. 2,000 രൂപയോ? 2,000 करना क्या? 2,000 രൂപയ്ക്ക് കാമിയാ മതിയോ? बस बस. ബസ്സല്ല നീ ലോറി. अरे तुम करो करके दे दो जल्दी बाबा. എന്തോ ചെയ്യണോടാ? एक काम करो. കാമാന്ന് പറ. ഏ? കാമാ ആ കാമ 2000 കാമ. थोड़ा थोड़ा पैसा देंगे तुम लेके आओ सामान. ആ പൈസ എന്റെ കയ്യില് 2000 കാമ. 500 രൂപയ്ക്ക് ഞാനും കാമാം. കൊടു കാമട്ടെ. अरे ये दिया ना. പണിയണ്ടേ? हाँ जल्दी जल्दी फटाफट करो काम मेरा गाड़ी लेके जाने का है जल्दी. ഇടിക്കൊരു പണി ഉണ്ടോ നോക്ക്. ഞാൻ നോക്കട്ടെ. ആ എടാ ആ ലിവർ പോയതാ. കൊള്ളാം. ബൈ ओ നിങ്ങൾ ഈ പെട്രോൾ ടാങ്കിലേ ആ. പെട്രോളിന് പകരം മദ്യമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. क्या हो गया? വണ്ടിയുടെ ലിവർ പോയി. लिवर गया? പോയി. अरे बाबा लिवर लेके आओ. पैसा दिया ना लिवर लेके आओ. ഇനിയും പൈസ വേണം. ഇനിയും കാമണമെങ്കിൽ പൈസ വേണം. नहीं नहीं वो दिया ना 2,000 दिया. പോയി 2 വെള്ളം കൊണ്ടുവാ. കുപ്പി മേടിച്ചോണ്ട് വാ. പോ. पानी पानी ആ चाहिए? ആ अरे यार मैं लेके आता. നീ വന്നേ. क्या बात है. യാ, പോയോ? പോയി നീ വാ. നീ കുറച്ചു നേരം അയ്യോ, ഇരിക്ക. വലിയൊരു മഴ പെയ്ത് തോർന്ന പോലെ. ഇപ്പോഴേക്കും വരണ്ട. അയ്യോ ഇനി കുപ്പിയും വെള്ളം എടുത്ത് വെച്ചില്ലേ? അയ്യോ എടുത്ത് വെച്ചില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്താ വരാന്ന് ഞാൻ കിടന്നു. ഒന്നാമത് എനിക്ക് പണി അറിയത്തില്ല. ഞാൻ കൊടുക്കുന്നത് കഷ്ടപ്പെടുമായിരുന്നു കേട്ടോ. ഇവിടെ എനിക്ക് വരാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് ഞങ്ങൾ ഒരു വെല്ലിച്ചൻ മരിച്ചെന്ന്. ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ട് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്തുവായിരുന്നു? പുതിയ രോഗം വരാണ്ട് വന്നതാ പുള്ളി മരിച്ചത്. എന്തുവായിരുന്നു? ഏജ് ഓവർ വന്ന് മരിച്ചതാ. എന്നിട്ടാണ് നിങ്ങൾ മാസ്ക് ഒന്നും വയ്ക്കാൻ നടക്കുന്നത്? പകരുന്നാന്നോ? പിന്നെ നീ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിൽ ആരും പ്രായമുള്ളവരുണ്ടോ? അമ്മയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാസ്ക് ഒക്കെ വെച്ചോണ്ട് നടക്കും. ചുമ്മാ അസുഖം. മോനെ സൂക്ഷിക്കണം. വെല്ലുമ്മ പ്രായമുള്ളവർക്ക് വരുന്നേ. പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഞാൻ അങ്ങോട്ടൊന്നും വരാഞ്ഞത്. अरे भाई हो गया ले पानी ले. ആ पानी पियो काम करो आराम से. ആ ये आधा घंटे में हो जाएगा. ആണെന്ന് തോന്നുന്നു. എന്താടാ പറഞ്ഞേ? भाई हाफ आवर ആ जॉब फिनिश. ആ അതേറ്റു. ഒരു ഹാഫ് മേടിച്ചോണ്ട് വരാൻ ഫിനിഷ് ചെയ്യാൻ പോകുന്നു. ചെയ്യാം. अरे यार അത് മേടിച്ചോണ്ട് വാ. ഒന്ന് മുറ്റടിയാ. एक मिनट എന്റെ പൊന്നെ ഇങ്ങോട്ടൊന്ന് വിളിച്ചെന്നെ ശല്യം ചെയ്യല്ല. ഞാനിവിടെ 2 വേഗന്മാർ ഇവിടെ 2 പണിതുകൊണ്ടിരിക്കുക. വണ്ടി കേടായി പോയെന്ന് എനിക്ക് എന്തോ ഈ പറയുന്നത്. പഞ്ചാബിൽ നിന്ന് ഇവിടെ വരെ അടിച്ച് മാറ്റിക്കൊണ്ട് വരാമെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ പാട്. ഇത് സമാനമായിട്ട് ഞാൻ കൊണ്ടുതരാം. ശരി ഓക്കെ. ആരാ വിളിച്ച? ആരാ? വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാ. നമ്മ വിളിച്ച? ആ ഇപ്പൊ മലയാളം അല്ലേ സംസാരിച്ചേ? ആ മലയാളം മലയാളം പറഞ്ഞു. മലയാളം പറഞ്ഞോ? ഓ നമുക്ക് തോന്നിയതാ. അല്ല ബോട്ടിൽ. ഹോട്ടൽ ആ ഇത്
മനസ്സിലായി എന്ത് വന്ന് മാലു ഇല്ല ഇല്ല മാലു മാലു അല്ല അത് ഇവിടെ പട്ടി വരാതിരിക്കാൻ വെച്ചേക്കുന്ന കുത്താ. ആ കുത്ത അത് പട്ടി കടിച്ചു കഴിഞ്ഞാ പൊക്കിളിന് ചുറ്റും കുത്ത അതല്ല പട്ടി വരും പേയുള്ള പേക്കുത്ത ഏക്കുത്ത. അത് അടിച്ചു കഴിയുമ്പോ ठीक है, ठीक है, ठीक है. പേക്കുത്ത Okay. വെച്ചിരിക്കുന്ന ഇത് ആ, ആ. പട്ടി വരും മാറി നിന്നോണം ആ, പെട്ടെന്ന് ചെയ്യേ. പിന്നെ ഞാൻ പറഞ്ഞു മലയാളം. നീ അന്ന് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു അല്ല പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞോളൂ എനിക്ക് തോന്നി പഞ്ചാബിയാ പറഞ്ഞ പെട്ടെന്ന് ചെയ്യാൻ. പഞ്ചാബി മലയാളം പറഞ്ഞോ വേഗം പണി തീർത്താ പോവായിരുന്നു. അയ്യോ, എടാ കൊച്ചു കള്ള, ദാ കാണായി. നമ്മുടെ കൂടെ കുറച്ചു നേരം നിന്നോണ്ട് നീ മലയാളം പഠിച്ചില്ലോടാ. ഇവൻ എങ്ങനെ പഠിച്ചടാ എങ്ങനെ പഠിച്ചടാ ഇതൊക്കെ? നിമിഷ നേരം കൊണ്ട് ബംഗാളികളെ കൊണ്ട് നടക്കും ഒരു ട്യൂഷൻ സെന്റർ നടത്തായിരുന്നു അക്ക എന്തോ ബുദ്ധിയാ ഇവന് കുറച്ചു നേരം ഇന്ന് നല്ല രീതി ഞാൻ പറഞ്ഞേ. അയ്യോ ഇരിക്ക്. काम करो. ആ കരോ 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 കരോ. ആ കരോ കരോ करो करो काम करो. നമ്മള് വർഷാപ്പി വെറുതെ ഇരിക്കുമ്പോ എന്തോ ഒരു കളി കളിക്കത്തില്ലേ? അന്താക്ഷരി എന്താ ശരി ആ. ചെയ്താലോ? പണി നടക്കണം അത് ഞാൻ കാമിക്കോളാം. ആദ്യം ആര് പാടുന്നു തല ഇരിക്കുമ്പോ ഞാൻ വാലാടത്തില്ല, ആശം പാടും. അപ്പൊ അന്ത തല പാടാ കളി വീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് തേങ്ങുന്നല്ലോ തേങ്ങ തേങ്ങയോ? തേങ്ങയാകുമ്പോ താ. താമര പൂവിൽ വാരും ബേബിയല്ലോ നീ. ദേവിയല്ല ഏ? ദേവി ദേവിയല്ലോ നീ. നീ. നീ പാട്. നീ തന്നെയാണ് വിളിച്ചേ അല്ല ലാസ്റ്റ് വന്ന നീയാ. അത് നീ ലാസ്റ്റല്ല ഞാൻ അവിടെ ആദ്യം വന്നേ അല്ല അതല്ല ഇതിന് ലാസ്റ്റ് ലൈൻ ഒരു നീ പാടാ, ഞാൻ വെച്ച് നീ പാട്. അച്ഛനോ ആ നീരാടുവാൻ നിലയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂം തിങ്ക. വേറെ പാട്ട് പാട്. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം. നിർത്തെ. ഈ സിനിമയിൽ നായകനെ അറിയാവോ? അറിയാം. ആരാ നമ്മുടെ ലാലേട്ടനില്ലേ, നായികയോ? മഞ്ജു വാര്യർ, ആരാ പാടിയേ? ദാസേട്ടൻ, ആരാ സംഗീത സംവിധായകൻ? രവീന്ദ്ര മാഷ്. കൊച്ചു കള്ള ബംഗാളി. ഗാലി ഈ ലോറി നീ മോടിച്ചോണ്ട് വന്നില്ലോടാ? ചേട്ടാ, ഇവിടെ ഞാൻ ഒരു കഥ പറയാം. കഥ പറയാൻ വേണ്ടാത്ത സമയത്തോ അല്ല, സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ പഞ്ചാബിലെ കരുനാപ്പള്ളിയിലാണ് ജീവിക്കുന്നത്. പഞ്ചാബിലെ കരുനാപ്പള്ളിയിലെ ഇവിടെ? കരുനാപ്പള്ളിയിലെ നമ്മുടെ പാമ്പമ്പടമില്ലേ, അത് കോട്ടയത്തില്ലയോ? അത് നാഗമ്പടം. ഞാൻ പറഞ്ഞു വരട്ടെ, ഇത് വേറെ കഥയാ. അപ്പൊ ഞാൻ അവിടെ താമസിച്ചിട്ട് ഞങ്ങളുടെ അച്ഛന് ഒരു കൃഷി ഉണ്ടായിരുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ സീസൺ കൃഷിയാ. സീസണിലേ ഉള്ളോ? അതെന്തോ കൃഷി? കൂണ് കൃഷി. അത് ഈ ഇടിയുള്ളപ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് വീട്ടിലങ്ങ് പഞ്ഞമായിരുന്നു. അതുകൊണ്ട് വീട്ടിലെ പാറ എല്ലാം കൂടെ എനിക്കായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നാട് വിട്ട് ഞാൻ പഞ്ചാബിൽ ചെന്ന് ഒരു സങ്കടം എന്റെ പഞ്ചാബിയോട് പറഞ്ഞപ്പോ അയാൾ എനിക്ക് ചായ വാങ്ങിച്ച് ചായ കുടിച്ചോണ്ടിരുന്നു. ചായ കുടിച്ചോണ്ടിരുന്നപ്പോ അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പഞ്ചാബിയോട് പറഞ്ഞു എനിക്ക് എന്റെ അച്ഛനെ കാണണം, എന്റെ പോവാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ പഞ്ചാബി എന്നോട് പറഞ്ഞു നീ ലോറി എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മോട്ടിച്ചോണ്ട് വന്നായത്. അല്ല, ഓടിച്ചോണ്ട് വന്നായി വണ്ടി. കഷ്ടം, പാവം. അങ്ങനെയാണെങ്കിൽ അച്ഛനെക്കാളും ഞങ്ങളോട് പറട്ടെ. എന്റെ പൊന്നു തമ്പുരാനെ, ഞാനും വരുവാ എന്തിനാ അച്ഛന് നിങ്ങളുടെ അച്ഛനെ കാണാൻ. ഇനി നിങ്ങൾ വരാതിരിക്കാൻ ഞാൻ എന്തോ കഥ പറഞ്ഞു പിടിപ്പിക്കൂടാ. വരാതിരിക്കാൻ പുതിയ കഥ എന്താ പറയും? നീ ഒരു കാര്യം ചെയ്യും, നല്ല ഗീർ വെച്ചോളൂ. പിന്നെ പൊട്ടിക്കാൻ അവനെ അങ്ങനെ പൊട്ടിക്കരുത്, ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞേ. അജേഷ് കൊട്ടാരത്തിൽ കിറ്റെല്ലാം രസമായിരുന്നു. ചിരിക്കാനായിട്ട് ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. പ്രത്യേകിച്ച് ഈ ഹിന്ദി മലയാളത്തിലോട്ട് പറയുമ്പോഴുള്ള, അതേപോലെ മലയാളം അറിയാത്ത ആൾ ഹിന്ദി പറയുന്നതും തമിഴ് പറയുന്നതുമായിട്ടുള്ള കോമഡികൾ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് കുറച്ച് പുതിയ സംഭവങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ടോട്ടലി സ്കിറ്റ് നോക്കുമ്പോൾ പുതുമയുള്ളൊരു സ്കിറ്റാണ് കേട്ടോ. നന്നായിരുന്നു സ്കിറ്റ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് സ്ലോ ആയി എന്നുള്ളത് മാത്രമേ ഇതിനകത്തൊരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. പിന്നെ എന്നാൽ കുറേ ഭാഗങ്ങൾ വളരെ ഭംഗിയായിട്ടും നന്നായിട്ട് ചിരിക്കാനുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും പൊട്ടിച്ചിരിച്ചു, 2 പേരും 3 പേരും ഇവിടെ ഇരുന്നിട്ട്. ഈ ചോറെന്നുള്ള സാധനമാണ് ഈ കൂടുതൽ വന്നിട്ടുള്ള സാധനങ്ങൾ. പക്ഷേ ബാക്കിയുള്ള കുറേ കൗണ്ടറുകൾ നമ്മൾ ഇതുവരെയും കേൾക്കാത്ത കുറേ നല്ല ഹിന്ദി ട്രാൻസ്ലേഷനും അതിൻ്റെ മലയാളവും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറേ കൂടെ ഭംഗിയായിട്ട് വരിക. ബാക്കിയുള്ള കാര്യങ്ങൾ ടിനി പറയും. മല്ലു സിംഗ്, മല്ലശ്ശേരി സിംഗ് എന്നാക്കാം. മല്ലശ്ശേരി സിംഗ് നല്ല ചേർച്ചയുണ്ട് കേട്ടോ, വേഷപ്പകർച്ചയുണ്ട്. കറക്റ്റ് സിംഗ് തന്നെയാ. അത് നമ്മുടെ മേക്കപ്പിലെ വിച്ചു ആണ്. നമ്മൾ വിച്ചു എന്ന് വിളിക്കുന്ന വിഷ്ണുവാ ഇങ്ങനെ ആക്കി തന്ന. നല്ല ലുക്കാണ് കേട്ടോ. അത്യാവശ്യം ലോറി ഓടിക്കാൻ പോവാട്ടോ. ഹരി പിന്നെ രാജേഷ്, നമ്മൾ ആദ്യം ചാർ ചോർ എന്നൊക്കെ പറഞ്ഞാണ് പഞ്ചാബി ഹൗസിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഹിന്ദി ക്ലാസ് എന്നും പറഞ്ഞിട്ട് മിമിക്രിയിൽ സ്കിറ്റ് ഉണ്ടായിരുന്നു.
പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അതും റിപ്പീറ്റഡ് അല്ലാത്ത പുതിയ കാര്യങ്ങൾ. ഞാൻ വിചാരിച്ചാൽ തുടങ്ങിയപ്പോൾ ഈ ചാർ അതിൽ മാത്രം നിൽക്കുന്നു. പക്ഷെ അങ്ങ് പോയിട്ട് ഒരുപാട് നിങ്ങൾ ഒരു ഡിക്ഷണറി ഉണ്ടാക്കി കളഞ്ഞ്. ഈ കൺഫ്യൂഷന്റെ ഡിക്ഷണറി ഗംഭീരമായിട്ടുണ്ട്. മല്ലശ്ശേരിക്ക് ഹിന്ദി അറിയാന്ന് തോന്നുന്നു. ഹിന്ദി എങ്ങനെ മല്ലശ്ശേരി എങ്ങനെ പഠിച്ച ഹിന്ദി? ഞാൻ ഒരു 14 വർഷം മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. അതാണ് പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ലോറി ഓടിക്കായിരുന്നോ? വണ്ടി ഓടിക്കും. പിന്നെ നിങ്ങളുടെ ഒരു ലെവലുണ്ട്, അതാണ് പ്രശ്നം. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു വീടുണ്ട്. ആ വീടിന്റെ അത്ര എത്തി എപ്പോഴും എല്ലാവർക്കും എല്ലാം ഒരുമിച്ച് അങ്ങ് എല്ലാ സമയത്തും കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ പല സമയത്ത് പല കച്ചവടങ്ങളാണ്. മാർക്കറ്റിൽ എപ്പോഴും നല്ല കച്ചവടം നടക്കണമെന്നില്ല എല്ലാത്തിനും. അത് അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ കുറവുണ്ടാ? അല്ലല്ല, കൊണ്ടൊന്നുമല്ല. മല്ലശ്ശേരിയുടെ സാന്നിധ്യം ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ഇതിന്. കാരണം ആ ഗെറ്റപ്പും ആ ഒരു അതില്ലെങ്കിൽ ഈ സ്കിറ്റ് ഇല്ലല്ലോ. ഈ പഞ്ചാബിയില്ലെങ്കിൽ സ്കിറ്റ് ഇല്ല. പക്ഷെ നന്നായിട്ട് മെർജ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രാജേഷ്, അഭിലാഷേ, ഹരി, ഈ സ്കിറ്റ് ശരിക്കും നല്ല പുതുമയുള്ളൊരു ത്രെഡാണ്. ഇതിനകത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള റൂട്ടിൽ കുറേ സാധനങ്ങൾ നിങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ അടിപൊളിയായിരുന്നു. അത് നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആശാനും ഈ പറഞ്ഞ പോലെ തന്നെ യാതൊരു ബോധവും ഇല്ലാത്ത ശിഷ്യൻ, അത് രാജേഷ് കഴിഞ്ഞിട്ടുള്ള ആളേ ഉള്ളൂ. ആ ഇരിപ്പിൽ തന്നെ ഉണ്ട്. ചില സാധനങ്ങൾ ചോദിച്ചാൽ നമുക്ക് ചിരി വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്തരത്തിലത് പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ പണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന 1, 2, 3 എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അങ്ങനെയുള്ള സംഗതികൾ നമുക്കിവിടെ ഇത്തിരി കുറവ് വന്നു. കാരണം ഈ ലാംഗ്വേജിൻ്റെ ഈ ഒരു കൺഫ്യൂഷൻ കിടക്കുന്നത് കൊണ്ട് അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കുറച്ച് ലാഗും സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിവേ നന്നായിരുന്നു. ഹരിയുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ശബ്ദം ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ചേട്ടനിയന്മാർക്കാ? ഇല്ല. എന്താ പറയട്ടെ, ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും നമുക്ക്. അതങ്ങനെ പാരമ്പര്യമായിട്ട് വല്ലതും കിട്ടിയതാണ്? അച്ഛനോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ ഈ സൗണ്ടും ഈ ആ പ്രസന്റേഷനൊക്കെ ഉണ്ടല്ലോ? ചേട്ടന്മാരൊക്കെ അച്ഛനും ഒക്കെ നല്ല കോമഡി പറയുന്ന ആൾക്കാരല്ലേ. അവരൊക്കെ സ്റ്റാൻഡേർഡ് ആണല്ലേ? അവരൊക്കെ സ്റ്റാൻഡേർഡ് ആണല്ലേ? സൗണ്ട് എങ്ങനെ കിട്ടിയാന്ന് ഒരു പിടിയില്ല. ഇത് ഭയങ്കര രസമാണ്. ഈ ശബ്ദത്തിന് ഭയങ്കര ഐഡന്റിറ്റിയാ. അത് കേൾക്കുമ്പോൾ തന്നെ ചോദിക്കുമ്പോൾ തന്നെ ഒരു മണ്ടത്തരം ഉണ്ടെന്ന് മനസ്സിലാവും ആ ശബ്ദത്തിൽ തന്നെ. അപ്പൊ മണ്ടത്തരത്തിൽ നിൽക്കുന്ന ഈ ഒരു സ്കിറ്റിന് നമുക്ക് അതിന്റെ ഫലം പറഞ്ഞാലോ? ഓക്കെ, പ്രസാദം തന്നെ തുടങ്ങിയോ? ഞാനൊരു 15 കൊടുക്കാം. 15,000. ഞാൻ ഒരു 14. ഓക്കെ, ബാക്കി ഞാൻ കൊടുത്തോളാം. 29,000. എന്നാ ബാക്കി പിടിച്ചോളൂ. യെസ്, 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത വരുന്ന കിഡിലൻ ഒരു ടീമാണ്. ഏതാണ് ടീം? നമ്മുടെ രാജിമോൻ, അതുപോലെ തന്നെ സുഭാഷ്, പ്രജിത്ത്, ഇവര് 3. അതെ, ഇവര് 3 പേരും കൂടെ വരുന്ന ഒരു നല്ലൊരു സ്കിറ്റ് നമുക്ക് കാണാം. ഓക്കെ, വെൽക്കം. ചേടാ, ഇവരാരും ഇത് വന്നില്ലയോ? 5 മണിന്ന് പറഞ്ഞ 5:30 ഇത് എവിടെ പോയി കിടക്കുന്ന? ഹലോ സുധീഷേ, എടാ ഇത് ഇവൻ കള്ളും കുടിച്ചിട്ട് ഇന്നലെ പട്ടിക്കൂട്ടിലാണോ കിടന്നുറങ്ങിയത്? എടാ എന്റെ പൊന്നു സുധീഷേ, നീ ഒന്ന് സീരിയസ് ആവടാ, ഒന്ന് എഴുന്നേറ്റ് പാടാ. ഞാൻ 4 മണി ആയപ്പോഴേ എഴുന്നേറ്റണ്ണ. എന്നിട്ട് 5 മണിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. എടാ ഇന്നലെ കള്ളുകൂടി നിർത്തുന്നു, ഇന്ന് രാവിലെ എക്സസൈസ് തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്ന് വാടാ ഒന്ന്. ഞാൻ വരാം. ഓക്കെ ആണേ? ഓക്കെ, ശരി. സുധീഷിന്റെ കാര്യം ഓക്കെ ആയി, ഇനി ചന്ദ്രണ്ണന്റെ കാര്യമാ. ഹലോ ഹലോ ഹലോ, എന്റെ ചന്ദ്രണ്ണ, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ചുമക്കല്ലേ. ഇങ്ങനെ ഉണ്ടാക്കി ചുമച്ചാൽ അടുത്ത ചുമക്ക് നിങ്ങൾ തീരും നിങ്ങളുടെ പ്രായം വെച്ച്. പിന്നെ പത്രത്തിൽ വരും ഉണ്ടാക്കി ചുമച്ച് ചത്ത ചന്ദ്രൻ കേട്ടോ. മര്യാദക്ക് അവിടുന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ? പ്രദീപേ, ഓ ചന്ദ്രേട്ടൻ രാവിലെ എഴുന്നേറ്റതാടാ. എന്നിട്ട് പക്ഷെ കാല് തറയെ കുത്താൻ പറ്റുന്നില്ല. യോ, അത് തെറ്റി. എടാ ഇന്നലെ ഞാൻ 4 കാലല്ലടാ അവിടുന്ന് വീട്ടിൽ വന്നത്. അപ്പൊ അതൊരു കാര്യം ചെയ്, അതിൽ നിന്നൊരു 2 കാലം എടുത്തോണ്ട് ഇങ്ങോട്ടിങ്ങ് പോര്. ചുമ്മാ ഡാവറക്കല്ലേ അണ്ണാ, ഒന്ന് സീരിയസ് ആവണ്ട പ്ലീസ്. എടാ ഞാൻ അവിടെ എത്തിയിരിക്കും കേട്ടോ, പേടിക്കാതെ. ഉറപ്പാണേ? കേട്ടോ, പേടിക്കാതെ. ഓ ശരി. ഓ പാവം. നീ എന്തോ കാണിക്കുന്നേ? എടാ ഇങ്ങനെ ഓടരുത്. ഞാൻ തനിയെ ഓടിയല്ലെന്ന്. പിന്നെ ആ നശിച്ച പട്ടി എന്നെ കടിക്കാൻ ഓടിച്ചാ. എന്തിന്?
ആഹാ അത് കൊള്ളാം. ജീവനും കൊണ്ട് ഓടാൻ നോക്കുന്നേ അത് ചോദിക്കാൻ നിൽക്കുന്നു. എടാ നീ കൂടുതൽ ഡാവ് ഇറക്കാൻ നമ്പർ ഇറക്കാതെ വന്നിന്ന് വാമപ്പ് ചെയ്യാൻ നോക്ക് കേട്ടോ. ഞാനൊന്നും പാവപ്പല്ല. അയാളെ വിളിക്ക്. ആരെ? ആ ചന്ദ്രനെ വിളിക്ക്. അങ്ങനല്ലേ പറഞ്ഞത്? രാവിലെ എണ്ണിക്കണം, ആരോഗ്യം നോക്കണം, കള്ളൂടി നിർത്തണം, ഇതെല്ലാം പറഞ്ഞ അങ്ങനല്ലേ? വിളിക്ക്, അങ്ങനെ വിളിക്ക്. അയാൾ പറയുന്ന വാക്ക് ഒന്നും പാലിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ അയാൾ വന്നിട്ട് ചെയ്താൽ മതി. ചന്ദ്രനാ, ഞങ്ങൾ അണ്ണനെ പറ്റി പറഞ്ഞ് കയറ്റി വെച്ചപ്പോണ്ട്. ദൈവമേ, ഇത് പറ്റിട്ടാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതെന്റെ തലയിലാന്ന് ആലോചിക്കുമ്പോ ചെറിയൊരു പേടി. ആ കുഴപ്പമില്ലണ്ണാ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരാം, കൂടെ നിന്നാ മതി. അങ്ങനെയാണെങ്കിൽ പ്രദീപേ, ഓ നീ എന്റെ കയ്യിൽ നിന്ന് സപ്പോർട്ട് ചെയ്യ്. ആ സുധീഷേ, നീ എന്റെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യ്. എന്നിട്ട് അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്ക്. അണ്ണാ, അണ്ണാ നടുവിനെന്തോ പറ്റിയണ്ണാ? ഒന്നും പറയണ്ട. ആയിക്കോട്ടെ. അതല്ലെന്ന് ഇന്നലെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയടാ. എന്നിട്ട് അപ്പൊ ഡോക്ടർ പറയുവാണ് ഡിസ്ക് മാറ്റി വെക്കണം പോലും. എന്നിട്ട് മെമ്മറി കാർഡ് കയറ്റാനായിരിക്കും ചിലപ്പോ. സുധീഷേ, ഇതൊന്ന് ഹാൻഡിൽ ചെയ്യ്. എന്ത് വേണേ? അണ്ണാ അണ്ണൻ പറയണ അണ്ണാ, ഒന്ന് സീരിയസ് ആവണേ അണ്ണാ. പ്രദീപേ, ഓ ചന്ദ്രേട്ടൻ സീരിയസ് ആണല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും, വന്ന പാടെ നമുക്ക് വാമപ്പ് ചെയ്യാം. എടാ നീ വിളിച്ചപ്പോ ഞാൻ രാവിലെ ഇങ്ങോട്ട് നടന്നു വന്നല്ലോടാ. കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വാനം വെട്ടോ കുളംകുത്തോ എന്ത് വേണേലും ചെയ്യാം. ഒരു കാര്യം ചെയ്യും, നമുക്ക് തുടങ്ങാം. അയ്യോ അയ്യോ. പക്ഷെ ഇന്നലെ അണ്ണൻ കാണിച്ചത് അത്ര ശരിയല്ലായിരുന്നു. ഈ കാണിച്ചോണ്ടിരിക്കുന്ന കാണാൻ നല്ല രസം. അതല്ല പറഞ്ഞത്. അണ്ണൻ ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത്? എന്ത്? രാവിലെ എഴുന്നേക്കണം, കള്ളൂടി നടത്തണം, വ്യായാമം ചെയ്യണം എന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് ഞങ്ങൾ രണ്ട് കറക്റ്റ് 1 മണിക്കൂർ ഇവിടെ വന്നിരുന്നു. സത്യം. എടാ നിങ്ങൾ വാമപ്പ് ചെയ്താ മതി, ഞാൻ യോഗ ചെയ്തോളാം. വാ, കൈ നേരെ പിടിച്ചേ. പിടിച്ചോ? പിടിച്ചണ്ണ. ഇനി കൈ മുഷ്ടികൾ അങ്ങോട്ട് ചുരുട്ടുക. ചുരുട്ടിയല്ലോ? ഇനിയിപ്പോ അതൊക്കെ ചുഴറ്റുക. അണ്ണാ, ഈ പ്രപഞ്ചം ഭയങ്കര രസമാണില്ലേ? നീ ഇന്നലെ കുടിച്ചതിന്റെ കെട്ടിറങ്ങിയില്ലല്ലേ? അതല്ല, ഈ സൂര്യ നിൽക്കുന്ന കാണാൻ എന്ത് രസവാ. അതുപോലെ ഉച്ചക്ക് ഈ വെയില് വരുന്നത് എന്ത് രസവാ. ഈ അസ്തമയം തന്നെ കാണാൻ എന്ത് രസമാണെന്നറിയോ? നിനക്ക് നല്ല രസമായിരിക്കും, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു പണിയില്ലെന്ന്? ഇന്നലെ എന്റെ അച്ഛൻ ആശുപത്രി കൊണ്ടുപോയി. ആരാ? ഞാന്. എന്നിട്ട് അവിടെ ചെന്നപ്പോണ്ടല്ലോ ഫുൾ സെറ്റപ്പ്. എന്തത്? അല്ല, ഫുള്ള് ചെക്കപ്പ്. ഞാൻ ഇന്നലെ ചെറുതൊരെണ്ണം അടിച്ചിട്ടില്ല പോയത്. അത് മൊത്തം തീർത്തിട്ടല്ലേ പോയത്? ഈ സാധനം ഒന്നും അടിച്ചോണ്ട് എനിക്ക് നേരെ വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല. എന്താണെന്നറിയോ? എന്റെ ഭാര്യയുടെ മുഖം ഇത്രയും കാണും. അയ്യോ, അത്രയും വലിയ മുഖമൊക്കെ എങ്ങനെ കണ്ടോണ്ടിരിക്കണം? എന്നാ അത് കടന്തല കുത്തിയതായിരിക്കും. പ്രദീപേ, ഇതൊന്ന് ഹാൻഡിൽ ചെയ്യ്. സുധീഷേ, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയുടെ പ്രഷർ ഒരു ഭാഗത്ത്, അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ പ്രഷർ മറ്റൊരു ഭാഗത്ത്. ഇത് പോരാഞ്ഞിട്ട് മക്കളും കൊച്ചുമക്കളും മക്കളുടെ മക്കളും എല്ലാരും കൂടെ ഒരു ലോഡ് പ്രഷർ. അണ്ണാ, എന്തോ ഈ പ്രഷർ എന്ന് പറഞ്ഞാ? പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി വീട്ടിൽ കുടിച്ചോണ്ട് ചെന്നാൽ കാലിന്റെ ചിരട്ട തല്ലിപ്പൊട്ടിക്കുമെന്ന്. എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന് ചന്ദ്രേട്ടനും. എന്നിട്ട് നേരം വെളുത്തപ്പോ കാല് തറയെ കുത്താൻ പറ്റുന്നില്ലടാ. അതെന്ത് പറ്റി? ചിരട്ട കാണുന്നില്ല. ഇതെന്തോ ഇത്? ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ മൂത്ത മോൻ ചിരട്ട കത്തിച്ച് ഷട്ട് തേച്ചോണ്ട് നിൽക്കുന്നു. അത് ശരി. അതിൽ നിന്നൊരു 3 പീസ് എടുത്ത് മുട്ടയെ വെച്ച് കെട്ടി ഞാനിങ്ങ് വന്നു. നമുക്ക് കാര്യം നടന്നാ മതിയല്ലോ പ്രദീപേ. പൊന്നണ്ണ, ഓരോ പുഷപ്പ് അടിച്ചിട്ട് നമ്മൾ ഇന്ന് പിരിയുന്നു. ഓക്കെ, ശരി. ബാ ബാ. എങ്ങനെ? ആദ്യം എന്തേ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നേ. അങ്ങനെ ഇരിക്ക്. ഇങ്ങനെ. ആ, ഇനിയിപ്പോ ഇതൊക്കെ കൈ കുത്തുന്നു. കുത്തിയടാ. ഇനി കാല് നേരെ പിന്നിലോട്ട് വലിച്ചേ. ആരുടെ? നിങ്ങളുടെ അല്ലയോ കാല്? വലിച്ച്. വലിച്ച്. നേരെ നിൽക്കുന്നു. ഇനി പതുക്കെ താഴേക്ക് വരൂ. ഞാൻ മേപ്പോട്ട് പോവാൻ നിൽക്കുന്ന പ്രായത്തിൽ എന്തിനാടാ താഴോട്ട് വരുന്നത്? മതി. ഫസ്റ്റ് ഡേയില് നമ്മൾ ഇത്രയും മതി. എന്നിട്ട് എഴുന്നേക്കുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി ഏകദേശം ഓക്കെ. വീട്ടിലെ സംഭവമായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയും മതി. ബാക്കി നമുക്ക് നാളെ. അപ്പൊ എപ്പോഴാ നാളെ? നാളെ രാവിലെ തന്നെ. അപ്പൊ രാവിലെ വരുമല്ലോ? ഓ, ഓക്കെ. അണ്ണാ, നിങ്ങൾ ഇവിടെ പോന്നു? എന്ത്? പുള്ളി എണ്ണീറ്റില്ലെന്ന്. അങ്ങനെ എഴുന്നേറ്റാലും ചുമ്മാ നമ്പരടാ. അല്ലെന്ന്, പുള്ളി എഴുന്നേറ്റില്ലെന്ന്. നോക്കി. നീയല്ലേ വിളിച്ചോണ്ട് വന്നേ? ഞാനോ? പിന്നല്ലാതെ. ഇപ്പൊ അങ്ങനെ ആക്കിയോ?
നിങ്ങളല്ലേ തല്ലിയിട്ട് അപ്പൊ നിങ്ങളാണ് ഉത്തരവാദിത്വം. ഞാൻ അല്ലെങ്കിൽ നാട്ടുകാരോട് മൊത്തം പറയും. ചുമ്മാ പറയും ഒന്നീ ആശുപത്രി കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുപോകണം. ആശുപത്രി അടക്കണം. ഞാൻ നോക്കട്ടെ. അയ്യോ, ഒരു കാര്യം ചെയ്യാം. പറ. കൃത്രിമ ശ്വാസം കൊടുത്താലോ? കൊടുക്കും. പറ്റത്തില്ല. അതെന്താ? പല്ലെല്ലാം കൂടെ കപ്പലിന്റെ മിഠായിയുടെ കൂട്ടി. ഒരു കാര്യം ചെയ്, നീ എങ്ങനെങ്കിലും ഒരു വണ്ടി വിളിച്ചാൽ കൊണ്ടുവന്നോ. അങ്ങനെ പോകാൻ പറ്റേ ഈ വണ്ടിയെ തന്നെ കൊണ്ടുപോകണം. ഒന്നും ഇങ്ങാരെ കൊണ്ടുപോകും. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രദീപേ, എന്തോ ചെറിയ അനക്കം ഉണ്ടെന്ന് തോന്നുന്നു. പ്രദീപേ, കുഴപ്പമില്ല. പിടി സുധീഷ്, ചന്ദ്രനെ പിടിക്കേ. പിടിച്ചടാ. ഇപ്പൊ ഓക്കെ ആണല്ലോ? ഇപ്പൊ ഓക്കെ. ഒരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല. ബോധം ഉണ്ടല്ലോ? ചന്ദ്രണ്ണ, നമുക്ക് പോണ്ടേ? മോനെ, 108 വണ്ടി വിളിയടാ. നിങ്ങളെ കൊണ്ടുപോകാൻ എന്തിനാണോ 108 വണ്ടി വിളിക്കുന്നത്? പ്രദീപേ, ഇതൊന്ന് ഹാൻഡിൽ ചെയ്യടാ. അത് ഈ കാൻഡിൽ ഇരിക്കുന്ന ഒന്ന് ഹാൻഡിൽ ചെയ്യട്ടെ, എന്നിട്ടാകാം ബാക്കി. ചന്ദ്രേട്ട തുടരും. സുഭാഷേ, രാജ്മോഹൻ, പ്രജിത്ത്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ തന്നെ എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞ് പോയ പോലെ എനിക്ക് തോന്നി. അവിടെ ഇവിടെയായിട്ട് കുറച്ച് ലാഗ്, തമാശകളുടെ ഒരു ചെറിയ കുറവല്ല, ഒരു ഇത്തിരി വലിയ കുറവ്. കാരണം രാജ്മോഹനൊക്കെ കഴിഞ്ഞ സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-100 അത്ര. അപ്പം നിങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വലിയ പ്രതീക്ഷയിലിരിക്കുന്നതാണ്. എന്തോ അത്രയും തൃപ്തികരമായിട്ട് തോന്നിയില്ല. എന്നാൽ പോലും അത് സാരമില്ല, നിങ്ങൾ മൂഡ് ഔട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ ദിവസത്തെ ആ ഒരു എന്താ പറയുക, ആ സമയം നമ്മുടേതല്ല എന്നങ്ങനെ ചിന്തിച്ചിട്ട് അതങ്ങ് മിസ് ചെയ്യുക, വിട്ട് കളഞ്ഞേക്കുക. അടുത്തത് ഗംഭീരമായിട്ട് പിടിക്കണം. കാരണം നിങ്ങൾ 3 പേരും മികച്ച കലാകാരന്മാരാണെന്നുള്ളത് ഓൾറെഡി ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം നമ്മളങ്ങ് വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ സുഭാഷ് ഒരുപാട് ഫിഗറുകളൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്, അറിയില്ലേ? ഞങ്ങൾ രാവിലെ ഇതേപോലെ ഷട്ടിൽ കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ സുഭാഷിനെ പോലെ ഒരാളുണ്ട്, എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ടാണ് അവിടെ ചിലരിടന്ന് ഉറങ്ങും, വരില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. കാരണം നമ്മളൊക്കെ അനുഭവിക്കുന്നൊരു കാര്യം തന്നെയാണിത്. മടിയന്മാരുണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ ഏതായാലും ആ ഒരു സൈഡൊക്കെ കണ്ടപ്പോൾ നമുക്കിങ്ങനെ ചില ഓർമ്മ വന്നപ്പോൾ ഇനി ഹ്യൂമർ വരും എന്നോർത്ത് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു നിന്നു കേട്ടോ. പിന്നെ ആ ചേട്ടൻ എൻ്റെ ഒരു വരവാണല്ലോ, നിങ്ങൾ കാത്തിരുന്ന ആൾ വന്നപ്പോഴാണ് അതിനകത്ത് അല്പം ഒരു ഹ്യൂമറിൻ്റെ ഒരു എലമെൻറ്റ് വന്നത്. അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച അത്രയുള്ള ഈ ഹ്യൂമർ വന്നില്ല. ഏതായാലും നല്ല ആർട്ടിസ്റ്റുകളാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ നല്ല സ്കിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പം ഗംഭീരമായ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. സുഭാഷ് ആദ്യമായിട്ടാണോ ഇതില്? അതെ, ഐറ്റം വേറയിൽ ആദ്യമായിട്ടാണ് എൻട്രി അല്ലേ? ഓക്കെ. ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗോൾഡൻ പഞ്ചും ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ വരെ ഗോൾഡൻ പഞ്ച് സിൽവർ പഞ്ചൊക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആദ്യം വരുന്നതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അത് കഴിയുമ്പോൾ മനസ്സിലാവുമ്പോൾ പിന്നെ അടുത്ത ടേക്ക് ഓഫ് ഉണ്ടാവാറുണ്ട് എപ്പോഴും. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് ഉയർന്നു കയറാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ രാജിമോൻ്റെ ഒരു കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. രാജിമോനല്ല, സുഭാഷ് പറഞ്ഞത്. ഞാൻ പൊട്ടിച്ചിരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് ആരും അറിയാത്തതാണ്. പല്ല് ഏതാണ്ട് കപ്പലിൻ്റെ മിഠായി പോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പൊട്ടിച്ചിരിച്ചത്. ഇതുവരെയായിട്ട് കേട്ടിട്ടുമില്ല. പക്ഷെ അതുപോലുള്ള കോമഡികളാണ് ഇതുവരെയായിട്ടും കേൾക്കാത്തത്, നമ്മളെ ചിരിപ്പിക്കാൻ കഴിയുന്നതും. അതുപോലെ തന്നെ രാജിമോൻ്റെ പല സ്ലാപ്സ്റ്റിക് കോമഡിക്കും നമ്മൾ ആസ്വദിക്കുകയും ചെയ്തു. പക്ഷെ അപ് ടു ദ പോയിന്റ് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് അടുത്ത തവണ നമുക്ക് ഓവർകം ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. അപ്പോൾ നമുക്ക് കാശ് പറയാം അല്ലേ? ഒരു 5000 ഞാൻ. ശരി, എന്നാൽ പിന്നെ ഞാനും 5000 തന്നെ പറയുന്നു. അപ്പം ഞാൻ എല്ലാം കൂടി ചേർത്തൊരു അറ്റടി. ഇപ്പൊ നോക്കണ്ട, ചെലവ് കാശാന്ന് വിചാരിച്ചു. അടുത്തത് നമ്മൾ പൊളിക്കും. അടുത്തത് നല്ലൊരു പഞ്ച് സ്കിറ്റുമായിട്ട് വരും. ഉറപ്പല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീരാൻ സമയമായിരിക്കുകയാണ്. അതെ, നല്ല ഗംഭീര സ്കിറ്റുകളാണ് അല്ലേ പ്രസാദ്? അതെ. അപ്പം ഇതിലും നല്ല സ്കിറ്റുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.